ഒരുപാട് പേര് ഞാൻ ഷോർട്സിൽ മറ്റേ സാമ്പത്തിക സർവേയുടെ എക്കണോമിക് സർവേയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടപ്പോൾ എന്താണ് സാർ സബ്ജക്റ്റ്, എന്തുമായി റിലേഷനാണ് ഈ സബ്ജക്റ്റിനുള്ളത് അല്ലെങ്കിൽ ഈ ടോപ്പിക്സിനുള്ളത് ചോദിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയാണ് എക്കണോമിക് സർവേ എന്താണെന്ന് ഒരു വീഡിയോ ഇടണമെന്ന്. എക്കണോമിക് സർവേ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ. അപ്പോൾ ബഡ്ജറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് എക്കണോമിക് സർവേ. ഞാനത് വായിക്കാം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ധനമന്ത്രാലയത്തിൻ്റെ വാർഷിക രേഖയാണ് എക്കണോമിക് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ധനമന്ത്രാലയത്തിലെ സാമ്പത്തിക കാര്യ വകുപ്പ് എല്ലാ വർഷവും കേന്ദ്ര ബജറ്റിന് തൊട്ടു മുമ്പ് പാർലമെൻറ്റിൽ സർവേ അവതരിപ്പിക്കുന്നു. ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിൻ്റെ പ്രിൻസിപ്പൽ അഡ്വൈസർ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഈ രേഖ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ബഡ്ജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നു. 1950-51 കേന്ദ്ര ബജറ്റിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ ആദ്യ സാമ്പത്തിക സർവേ അവതരിപ്പിച്ചു. 1964 ശേഷം ഇത് ബഡ്ജറ്റിൽ നിന്ന് വേർപെടുത്തി ഓരോ വർഷവും ബഡ്ജറ്റ് അവതരണത്തിന് മുമ്പ് ബഡ്ജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഇതൊരു അഡ്വൈസ് പോലെയാണ് ഗവൺമെൻറ്റിന്. ഏത് രീതിയിൽ ഏതൊക്കെ സെക്ടർ വളർന്നു, ഏതൊക്കെ സെക്ടർ വളർന്നില്ല, എത്ര ശതമാനം നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നു ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സർവേ ആണ്. ഇത് ബൈൻഡിങ് ഒന്നുമല്ല, ഗവൺമെൻറ് കേൾക്കണമെന്നൊന്നുമില്ല. പക്ഷെ എന്നാലും എല്ലാ വർഷവും എന്നിരുന്നാലും അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഓരോ വർഷവും നിർമ്മിക്കുകയോ അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എക്കണോമിക് സർവേ എന്താണെന്ന് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അതായത് ബഡ്ജറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രേഖയാണ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റാണ് ഏത് ധനമന്ത്രാലയത്തിൻ്റെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ. അപ്പോൾ ഇത് 1950-51 കേന്ദ്ര ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് 1964 ഈ ബഡ്ജറ്റിൽ നിന്ന് വേർപെടുത്തി ഓരോ വർഷവും ബഡ്ജറ്റ് അവതരണത്തിന് മുമ്പ് ബഡ്ജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ എല്ലാവർക്കും എക്കണോമിക് സർവേ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.